ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തിട്ട് മാറ്റുകയാ. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്ത് മാറ്റി മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നിട്ട് ആ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഖബറ് കുടിക്കുകയാ. അല്ലാഹുവേ, ആരും കാണാതെ പാതിരാത്രി നഫീസ റളിയല്ലാഹു തആല തന്റെ വീടിന്റെ അകത്ത് ഖബറ് കുഴിക്കുകയാണ്. പടച്ചവനെ കരയുകയാ. നഫീസത്തുൽ മിസ്രിയുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആരും അറിയാതെ ഖബറ് കുഴിക്കുകയാണ്. പകല് മുഴുവനും നോമ്പാ, രാത്രിയിലാണ് ഖബറ് കുഴിക്കുന്നത്. ദിവസങ്ങളോളം പടച്ചവനെ അവിടെ നിന്ന് ഖബറ് കുഴിക്കാൻ സമയമായി. അവസാനം ഖബറ് കുഴിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് ഒതുവെടുത്തിട്ട് അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങുകയാ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നമസ്കരിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. ഒരു വിളക്കും എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാ. കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബറിൽ ഇറങ്ങിയിട്ടുണ്ടോടാ പൊന്നുമോനെ? ഇടയ്ക്കിടയ്ക്കൊക്കെ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തൊന്ന് പോകണം. ആ ഖബറിന്റെ അകത്തും ഇറങ്ങണം. ആ ഖബറിന്റെ അകത്തും ഇരിക്കണം. അപ്പോഴറിയാമടാ, ഖബറിനെ കുറിച്ച് നിനക്ക് പഠിക്കാൻ കഴിയുന്ന സമയമാ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല വിളക്കുമെടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പാരായണം ചെയ്യുകയാ. അല്ലാഹുവേ, ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിലിലെ ഇന്നലദൈനാ കാലം